ഇന്ത്യയിലും വിദേശത്തുമുള്ള എയർപോർട്ടിൽ മികച്ച ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യം. അതിനായി ഇനി ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വെറും 6 മാസത്തിന്റെ ഉള്ളിൽ എയർപോർട്ട് മാനേജ്മെന്റ് മേഖലയിൽ ഒരു കരിയർ സ്വന്തമാക്കാം. അതും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റോട് കൂടെ. 15 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്കിൽമോർ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്യും. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കെതിരായ എഡിറ്റോറിയൽ ലേഖനത്തിൽ സിപിഐഎമ്മിനെയും പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയെയും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോവിഡ് രോഗികളെ രക്ഷിക്കാൻ UDF ശ്രമിച്ചപ്പോൾ മരണത്തിന്റെ വ്യാപാരികൾ എന്നാണ് സിപിഐഎമ്മും ദേശാഭിമാനിയും തങ്ങളെ വിളിച്ചത് എന്നും സർക്കാരിന് ഒരിക്കലും കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 2 മന്ത്രിമാരും രക്ഷാപ്രവർത്തനത്തിന് പകരം അവിടെ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. ചാണ്ടി ഉമ്മൻ വന്നതിന് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. CPIM ആണ് യഥാർത്ഥത്തിൽ മരണത്തിന്റെ വ്യാപാരികളെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ പ്രതിപക്ഷം ഇനിയും തുറന്നു കാണിക്കുമെന്നും സതീശൻ പറഞ്ഞു. കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഈ സർക്കാരിന്റെ വേഷംകെട്ട്. കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ കൊള്ളക്കാരാണ് സർക്കാർ. കേരളമാണ് ഏറ്റവും നന്നായി വൈറസിനെ പ്രതിരോധിച്ച സംസ്ഥാനമെന്ന് PR നടത്തി. അനാസ്ഥയും കെടുകാര്യസ്ഥതയുമാണ് കോട്ടയത്ത് നടന്നത്. അത് തുറന്നു പറയുക തന്നെ പ്രതിപക്ഷം ചെയ്യുമെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.